ഹലോ ഗൈസ്, ഇന്നൊരു ഈവനിങ് വ്ളോഗാണേ. ഈവനിങ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് അവസാനിക്കുന്ന നൈറ്റാണേ. ഇന്നൊരു സൺഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡീപ്പ് ക്ലീനിങ് ആയാലോ എന്ന്. ഈ മാസം എക്സാമും പനിയും എല്ലാം കൂടി മിക്സായിട്ട് എൻ്റെ ക്ലീനിങ് പരിപാടികളൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ക്ലീനിങ് ഡേ ആക്കാമെന്ന്. അങ്ങനെ ഞാൻ അടുക്കളയിൽ എൻ്റെ ഡെക്കറേഷൻ ഐറ്റംസൊക്കെ ഓരോന്നോരോന്നായി എടുത്ത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഈ ക്ലീനിങ് കഴിഞ്ഞിട്ട് വേണം എനിക്ക് നാളേക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കാൻ. നമ്മുടെ കുക്കിംഗ് എല്ലാതും നൈറ്റ് മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. ഉച്ചയ്ക്കുള്ളതൊക്കെ നൈറ്റ് നമ്മൾ ഉണ്ടാക്കി വയ്ക്കും. അങ്ങനെ ഫൈനലി എൻ്റെ ക്ലീനിങ് കഴിഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ ഹോൾ ക്ലീൻ ചെയ്യാൻ ഇറങ്ങി. വീക്കിലി വൺസാണ് നമ്മൾ ബെഡ്ഷീറ്റും പില്ലോ കവേഴ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അങ്ങനെ എൻ്റെ ബെഡ്റൂം ക്ലീനിങ്ങും അവസാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ക്ലീനിങ് കഴിഞ്ഞതോടുകൂടി എൻ്റെ കുക്കിങ്ങിനുള്ള ഐറ്റംസൊക്കെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇൻസ്റ്റാമാർട്ടുള്ളത് കൊണ്ട് എന്തൊരു സുഖമാണല്ലേ. ഇവിടെ നമ്മൾ മഴയുള്ള ദിവസമായതുകൊണ്ട് നമ്മളൊന്ന് പുറത്തിറങ്ങിയില്ല. അതുകൊണ്ട് ഇൻസ്റ്റാമാർട്ട് വഴിയാണ് വെജിറ്റബിൾസൊക്കെ ഓർഡർ ചെയ്തത്. അങ്ങനെ ഞാൻ നാളേക്കുള്ള സാമ്പാർ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ളതൊക്കെ ഉണ്ടാക്കി വയ്ക്കുകയായിരുന്നു. സാമ്പാർ കട്ട്സാണ് മേടിച്ചത്. അത് വലിയ പീസായതുകൊണ്ട് ഞാൻ ചെറിയ പീസാക്കി കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആഫ്റ്റർ മാരേജ് ആട്ടോ ഈ സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത്. എൻ്റെ മദർ-ഇൻ-ലോയും ഹസ്ബൻഡും ചേർന്നാണ് കേട്ടോ എന്നെ സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിച്ച്. ഇപ്പം ഞാൻ പ്രോ കുക്കാണ്. അങ്ങനെയൊന്നുമില്ല കേട്ടോ, പ്രോ കുക്കെന്നൊന്നും പറയാൻ പറ്റില്ല. അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഞാൻ സാമ്പാറൊക്കെ കുക്കറിൽ വെച്ച് അടുത്തത് മോരുകറിക്കുള്ള പരിപാടി തുടങ്ങി. ഇനി ഈ മോരുകറി എന്നെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് ആരാണെന്നറിയോ? ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ഇദ്ദേഹത്തിൻ്റെ റെസിപ്പി ആട്ടോ മോരുകറി. എൻ്റെ കുക്കർ ബിരിയാണിയും ഇദ്ദേഹത്തിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ. അങ്ങനെ മോരുകറിക്കുള്ള വെളുത്തുള്ളി ഉള്ളിയും എല്ലാം ഇഞ്ചിയൊക്കെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. പിന്നെ എൻ്റെ മോരുകറിയിൽ ഞാൻ മോരിൽ വെള്ളം ഒഴിക്കാറില്ല കേട്ടോ. എനിക്കിങ്ങനെ കട്ടിക്കുള്ള മോരുകറിയാണ് ഇഷ്ടം, ലൂസായിട്ടുള്ളത് ഇഷ്ടമല്ല. നമ്മുടെ പുറത്ത് തന്നെ വേപ്പിലയുണ്ട്, അത് വെച്ചിട്ടാണ് നമ്മൾ മോരുകറിക്കുള്ള വേപ്പിലയും സാമ്പാറിലെ വേപ്പിലൊക്കെ ഇട്ട്. അതിനുശേഷം ഞാൻ എൻ്റെ പൊട്ടാറ്റോ ഫ്രൈക്കുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു. ഇനി നൈറ്റിലേക്കുള്ള ചോറും കൂടി വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ എൻ്റെ കുക്കിംഗ് പരിപാടി അവസാനിക്കും. അങ്ങനെ ഉരുളക്കിഴങ്ങുപ്പേരി ഏകദേശം റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഉരുളക്കിഴങ്ങുപ്പേരിയും സാമ്പാറും മോരുകറിയും എല്ലാം റെഡിയായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഭക്ഷണം കഴിച്ചിട്ട് കിടക്കാമെന്ന്. അങ്ങനെ ചോറും കുറച്ച് ഉരുളക്കിഴങ്ങുപ്പേരിയും മോരുകറിയും ഇന്നലത്തെ കുറച്ച് രസം ഉണ്ടായിരുന്നു, അതും ചൂടാക്കി കഴിച്ചു. അപ്പോൾ ഓക്കെ ഗൈസ്, ഗുഡ് നൈറ്റ്.